ഷെല്ലില് എപ്പോഴും റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഇലക്ട്രോൺസ്. ഓക്കെ, മനസ്സിലായോ? ആറ്റത്തിന്റെ ഷെല്ലില് ആറ്റത്തിനുള്ളിൽ സെൻട്രൽ ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റിയായിട്ട് ഷെല്ലുകളുണ്ട്. ഈ ഷെല്ലിലാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. അപ്പൊ ആറ്റത്തിനുള്ളിലെ മെയിൻ ആയിട്ടുള്ള ഒന്നാമത്തെ പാർട്ടിക്കിളാണ് ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ആറ്റത്തിന്റെ സെൻട്രൽ പാർട്ടായ ന്യൂക്ലിയസ് ആണ്. ഈ നിൽക്കുന്ന 3 പേര്. ഇതിന് ചുറ്റും ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്ന് കറങ്ങി കാണിച്ചു കൊടുത്തേ. കറങ്ങി കാണിച്ചു കൊടുക്കാം. അപ്പൊ ഇത് കണക്ക് നമ്മുടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്? ആറ്റത്തില് റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനി സെൻട്രലില് ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിനുള്ളിലാണ് 2 ആൾക്കാരുള്ളത്. ആരൊക്കെയാണ് 2 പേര്? അറിയില്ല, നമുക്ക് പഠിക്കാം. ന്യൂക്ലിയസിനുള്ളിലെ 2 ആൾക്കാരാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും. പ്രോട്ടോൺസും ന്യൂട്രോൺസും. പ്രോട്ടോൺസ് ആണ് അവിടെ ബ്ലൂ ബലൂൺസുമായിട്ട് നിൽക്കുന്നത്, കണ്ടോ? ന്യൂട്രോൺ ആണ് ആ റെഡ് ബലൂണുമായിട്ട് നിൽക്കുന്നത്. അപ്പോ ആറ്റത്തിൽ ആരൊക്കെയുണ്ട്? 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. ആരൊക്കെയാണ്? ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്. ആറ്റത്തിന്റെ സെൻട്രൽ പാർട്ടിന്റെ പേരെന്താണ്? ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിനുള്ളിലാണ് ആരുള്ളത്? പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉള്ളത്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? അപ്പൊ ഈ ആറ്റത്തിന്റെ സെൻട്രൽ പാർട്ടിന്റെ പേരെന്താണ്? സെൻട്രൽ ന്യൂക്ലിയസ്. എല്ലാവരും പറയുക, വോയിസ്. ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൽ ആരൊക്കെയാണുള്ളത്? പിയും എന്നും. ഫുള്ളിയും പറ. പിയും എന്നും എന്താണ്? പ്രോട്ടോൺസും ന്യൂട്രോൺസും. ഇനി ഇതിനെ ചുറ്റി റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ്? ഇലക്ട്രോൺസ്. അപ്പൊ മനസ്സിലായോ? 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. ഇനി ഇവർക്ക് ഓരോ ചാർജുകളും. ചാർജുകൾ നമുക്കറിയില്ലേ? ഈ ഓരോ പാർട്ടിക്കിൾസിനും ചാർജ് ഉണ്ട്. ഇലക്ട്രോൺസിന്റെ ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് ആണ്. ഇലക്ട്രോൺസിന് എന്താണ് ചാർജ്? നെഗറ്റീവ്. പ്രോട്ടോണിന് പോസിറ്റീവ്. പി പ്രോട്ടോൺ, പി പോസിറ്റീവ്. പോസിറ്റീവ്. അടുത്ത ന്യൂട്രോൺ ആണെങ്കിലോ ചാർജ് ഇല്ല. ന്യൂട്രോൺ എന്തില്ല? ചാർജ് ഇല്ല. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയാലോ? പിന്നെ നമുക്ക് ഡീറ്റെയിൽ നോക്കാം.